ഒരു കേസ് കേരള ചരിത്രത്തിലേ ഇല്ല, ഉണ്ടായിട്ടില്ല. ഒരു തെളിവ് പോലും ഇല്ലാതെ ഈ മനുഷ്യനെ നമുക്കറിയാം, പോലീസ് എഴുതി പിടിപ്പിക്കുന്നതല്ല യഥാർത്ഥ മൊഴിയായാലും പോലീസിന് എന്ത് വേണോ എഴുതി പിടിപ്പിക്കാം. കോടതി എന്ന് പറയുന്നത് സാധാരണക്കാരന് പോലും അവരുടെ കാര്യങ്ങൾ പേടിയില്ലാതെ ഭയമില്ലാതെ വന്ന് പറയാൻ പറ്റുന്നതാണ് കോടതി. ആ കോടതിയിൽ, ഇന്ത്യയിലെ പരമോന്നത കോടതിയിൽ നമുക്ക് വിശ്വാസമുണ്ടായിരുന്നു. കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഏതൊരാൾക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ്, ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്ത് ആ മനുഷ്യനെ തെളിവുണ്ടെന്ന് 17 വ്യക്തമായ തെളിവുണ്ടെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുകയും അതിനുശേഷം തെളിവിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന കാഴ്ചയാണ്. നമുക്കറിയാം, ഈ കേസ് വിചാരണയുടെ അവസാന ഘട്ടത്തിലാണ് ബാലചന്ദ്രകുമാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടയില്ല വെടിപൊട്ടിച്ചിട്ടുണ്ടെന്ന് കുറെ തെളിവുകളുമായിട്ട് വന്നത്. എന്തെങ്കിലും കേരള പോലീസിന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു കച്ചിത്തെരുമ്പിന്റെ തെളിവ് ഉണ്ടായിരുന്നെങ്കിൽ അവർ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ പിറകെ പോവില്ലായിരുന്നു. 1% പോലും ദിലീപ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു കള്ളക്കേസിൽ എങ്ങനെയാ തെളിവുണ്ടാക്കാൻ പറ്റുന്നത്? ചാനലുകാർക്കും പോലീസുകാർക്കും എന്തും പറയാം അല്ലെ? നമ്മുടെ ഈ